മലപ്പുറം സീറ്റിന്റെ പേരിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മുസ്ലിം ലീഗിൽ പടയൊരുക്കം. ഇ.ടി. മുഹമ്മദ് ബഷീർ, അബ്ദുസമദ് സമദാനി, കെ.എൻ.എ. ഖാദർ, എം.കെ. മുനീർ തുടങ്ങിയവരാണ് എതിർപ്പിന് പിന്നിൽ. ചർച്ച ചെയ്യാതെ തീരുമാനം എടുക്കരുത് എന്ന് പാണക്കാട് തങ്ങളോട് നേതാക്കൾ ആവശ്യപ്പെട്ടു. സ്ഥാനാർത്ഥിത്വം തനിക്ക് അവകാശപ്പെട്ടതാണെന്ന് അഖിലേന്ത്യാ സെക്രട്ടറി സമദാനി. എന്നാൽ സിറാജ് സേഠിന് നൽകണമെന്ന് ഇ.ടിയും മുനീറും ആവശ്യപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഞങ്ങളുടെ പ്രതിനിധി കെ.ടി. സ്വാലിഹ് ചേരുന്നു. സ്വാലിഹ്, മറ്റു നേതാക്കളുടെ പേരുകൾ ആദ്യം ഉയർന്നിരുന്നുവെങ്കിലും കുഞ്ഞാലിക്കുട്ടിക്ക് താല്പര്യം ഉള്ളതിനാൽ വേറൊന്നും പരിഗണിച്ചിരുന്നില്ല പാർട്ടി എന്നായിരുന്നല്ലോ ആദ്യം കേട്ടത്. എന്താണ് നിലവിലെ സാഹചര്യം? അരുൺ, മലപ്പുറത്ത് ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങിയപ്പോൾ തന്നെ കെ.എൻ.എ. ഖാദറും അബ്ദുസമദ് സമദാനിയുമാണ് സ്ഥാനാർത്ഥിത്വ മോഹവുമായി ആദ്യം മുസ്ലിം ലീഗിൽ രംഗത്ത് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുകയുണ്ടായി. എന്നാൽ അതിനിടെയാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി സ്ഥാനാർത്ഥിത്വത്തിന് താല്പര്യം അറിയിക്കുന്നത്. ഇതോടെ തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ സ്ഥാനാർത്ഥിയാവാനുള്ള താല്പര്യം അറിഞ്ഞ ഉടനെ തന്നെ കെ.എൻ.എ. ഖാദറും അബ്ദുസമദ് സമദാനിയും പ്രത്യക്ഷത്തിൽ പിന്നോട്ട് പോയിരുന്നു. എന്നാൽ വീണ്ടും ഇത് സംബന്ധിച്ച ചർച്ചകൾ സജീവമായിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇ.ടി. മുഹമ്മദ് ബഷീറും, എം.കെ. മുനീറും, കെ.എൻ.എ. ഖാദറും, അബ്ദുസമദ് സമദാനിയും എല്ലാം ഇക്കാര്യത്തിൽ കടുത്ത വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി എന്നാൽ പാർട്ടി, മുസ്ലിം ലീഗ് എന്നാൽ അത് കുഞ്ഞാലിക്കുട്ടി മാത്രമാണെന്ന ഒരു പ്രതീതി അണികളിൽ പോലും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇത് മോശമായ ഒരു പ്രവണതയാണ്. ഇത് കൂടുതൽ ചർച്ച ചെയ്യണമെന്ന് പാണക്കാട് ഹൈദരലി തങ്ങളോട് മുസ്ലിം ലീഗിന്റെ ദേശീയ അധ്യക്ഷൻ കൂടിയായ പാണക്കാട് ഹൈദരലി തങ്ങളോട് ഇക്കാര്യം ഇവർ നേരിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വരുന്ന 15-ാം തീയതിയാണ് ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നത്. അന്നാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സമിതി യോഗവും ഒപ്പം പാർലമെന്ററി പാർട്ടി യോഗവും നടക്കും. അതിനുശേഷമാണ് സ്ഥാനാർത്ഥിത്വത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാവുക. പി.കെ. കുഞ്ഞാലിക്കുട്ടിക്ക് സ്ഥാനാർത്ഥിത്വം നൽകേണ്ടതില്ല, പകരം ഇബ്രാഹിം സുലൈമാൻ സേഠിന്റെ മകൻ സിറാജ് സേഠിന് സ്ഥാനാർത്ഥിയാക്കണമെന്ന് എം.കെ. മുനീറും ഇ.ടിയും എല്ലാം അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിനകത്ത് ഭൂരിപക്ഷ അഭിപ്രായവും ഇതിനാണുള്ളത്. അതോടൊപ്പം തന്നെ ഡൽഹി കേന്ദ്രീകരിച്ച് ഇ അഹമ്മദിന്റെ മകൾക്ക് സ്ഥാനാർത്ഥിത്വം നൽകണമെന്ന ഒരു ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. ഇതെല്ലാം മറികടന്നാണ് കുഞ്ഞാലിക്കുട്ടി തന്റെ അഭിപ്രായം അറിയിച്ചത്. ഇതോടെ തന്നെ കുഞ്ഞാലിക്കുട്ടിയെ സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടിയും ഒരുങ്ങുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങളും ഒരു ഭാഗത്ത് ശക്തമാകുന്നത്. ഈ കാര്യം കുഞ്ഞാലിക്കുട്ടിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കൂടി ചർച്ച ചെയ്യാൻ ഒരുക്കമല്ലെങ്കിൽ ഈ 15-ന് നടക്കുന്ന യോഗത്തിൽ നിന്ന് തന്നെ വിട്ടുനിൽക്കണമെന്ന ഒരു വിഭാഗം കണക്കുകൂട്ടുന്നു. അല്ലെങ്കിൽ ഇക്കാര്യം ചർച്ച ചെയ്യണമെന്ന ഒരു ആവശ്യം പാണക്കാട് തങ്ങളോട് മുൻകൂട്ടി തന്നെ അറിയിച്ചിരിക്കുന്നു. പ്രധാനമായും അബ്ദുസമദ് സമദാനിയാണ്. അദ്ദേഹത്തിന് നിയമസഭാ സീറ്റ് നിഷേധിച്ചപ്പോൾ പോലും അദ്ദേഹത്തോട് വാഗ്ദാനം ചെയ്തിരുന്നത് ഒഴിവ് വരുന്ന പാർലമെന്റ് മണ്ഡലത്തിലേക്ക് മത്സരിക്കാം എന്ന് തന്നെയായിരുന്നു, പാർലമെന്റ് സീറ്റ് നൽകാമെന്ന് തന്നെയായിരുന്നു. സമദാനി കണക്കുകൂട്ടിയിരുന്നതും മലപ്പുറം മണ്ഡലമായിരുന്നു. എന്നാൽ ഇത് ഇപ്പോൾ നൽകില്ല എന്നറിഞ്ഞതോടെ തന്നെ സമദാനി വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ലീഗിന്റെ പൊതുപരിപാടികളിൽ നിന്നെല്ലാം ഇതിനുശേഷം വിട്ടുനിൽക്കുകയാണ്. മറ്റു കമ്മിറ്റി യോഗങ്ങളിലും അഖിലേന്ത്യാ കമ്മിറ്റി യോഗങ്ങളിൽ നിന്ന് പോലും സമദാനി, അഖിലേന്ത്യാ സെക്രട്ടറി കൂടിയായ സമദാനി വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇതുവരെ നേതൃത്വത്തിന് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. മറ്റൊരു കാര്യം, യു.പി. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്, യു.പി.എ. മുന്നണിക്ക് നേട്ടമുണ്ടാക്കുകയാണെങ്കിൽ മാത്രമേ താൻ പോവുകയുള്ളൂ എന്ന് കുഞ്ഞാലിക്കുട്ടി അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നുവെന്നാണ് ലീഗിലെ ഒരു വിഭാഗം പറയുന്നത്. എന്നാൽ പകരം ആർക്ക് നൽകണമെന്നത് സംബന്ധിച്ച ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇതെല്ലാം കുഞ്ഞാലിക്കുട്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് വലിയ ഒരു തിരിച്ചടി ഉണ്ടാക്കുകയാണ്. അരുൺ, ഈ സിറാജ് ഇബ്രാഹിം സേഠ്, അബ്ദുസമദ് സമദാനിയുടെ പേരുകൾ ആദ്യം ഉയർന്നു വന്നിരുന്നുവെങ്കിലും ഈ അണികൾക്കിടയിൽ തന്നെ സമദാനിക്കെതിരെ എതിർപ്പുള്ളത് കൊണ്ട് തന്നെ കുഞ്ഞാലിക്കുട്ടിക്ക് അനുകൂലമായ സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാണ് ആദ്യം കേട്ടത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. സമദാനിക്ക് ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ എതിർപ്പുണ്ട്. അത് അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെയാണോ സ്വാലിഹ്? തീർച്ചയായും മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവായിരുന്ന സുലൈമാൻ സേഠിന്റെ മകൻ സിറാജ് സേഠിനെ ഇതുവരെ പാർട്ടി
കാര്യമായി പരിഗണിച്ചില്ല എന്ന ഒരു പരാതി നേതൃത്വത്തിൽ മുഴുക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. 2.5 വർഷമാണ് ഈ ഒരു ഘട്ടമുള്ളത്, കാലാവധിയുള്ളത്. ഇതിലെങ്കിലും മത്സരിപ്പിച്ച് അദ്ദേഹത്തെ പാർലമെന്റിൽ കൊണ്ടുപോവുക എന്ന് അത് അദ്ദേഹത്തിന്റെ കുടുംബത്തോട്, പ്രത്യേകിച്ച് സുലൈമാൻ സേട്ടിനോട് ചെയ്യുന്ന ഒരു മര്യാദ എന്ന തലത്തിൽ പോലും നേതാക്കൾ ചർച്ച ചെയ്തിരുന്നു. ഇതെല്ലാം തടസ്സമാകുന്നത് കുഞ്ഞാലിക്കുട്ടിയുടെ സ്ഥാനാർത്ഥിത്വമാണ്. അതിന് അദ്ദേഹം ദേശീയ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് വരുന്നു. ഇതിന് നടത്തിയ ഗൂഢാലോചനകളെല്ലാം ഒരു വിഭാഗത്തെ തീരെ വിശ്വാസ്യതയിൽ എടുത്തില്ല. കൂടിയാലോചനകൾ തീരെ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ഒരു ദേശീയ മുഖമായി ഉയർന്നു വന്ന ഇ.ടി. മുഹമ്മദ് ബഷീർ തന്നെയാണ് പ്രധാന തടസ്സം. ഇ.ടിയുടെ ഒരു താല്പര്യം കൂടി പരിഗണിക്കുമെന്ന് നേരത്തെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇതൊന്നും പിന്നീട് കണ്ടില്ല. സ്ഥാനാർത്ഥിയാവാനായി കുഞ്ഞാലിക്കുട്ടി ഇറങ്ങുകയും പാണക്കാട് തങ്ങളെയും അതുപോലെ രാജ്യസഭാംഗം പി.വി. അബ്ദുൽ വഹാബിനെ എല്ലാം കൂട്ടുപിടിക്കുകയും ഇത്തരത്തിൽ ഒരു കുറുമുന്നണി രൂപപ്പെടുകയും കുഞ്ഞാലിക്കുട്ടി വിരുദ്ധരുമായി എം.കെ. മുനീർ ഉൾപ്പെടെയുള്ള ഒരാളുമായും ഒരു ചർച്ചയും ഇല്ലാതിരിക്കുകയും ചെയ്തതാണ് ഇപ്പോൾ ഒരു വിമർശനത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ഇത് തന്നെയാണ് സംസ്ഥാന സമിതി യോഗം തൊട്ടടുത്ത ദിവസം നിൽക്കുന്നു. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നിൽക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ വിമർശനവുമായി നേതാക്കൾ പാണക്കാട് തങ്ങളെ തന്നെ കാണാനുള്ള ഒരു കാരണം ഇതുകൊണ്ടാണ് ഉണ്ടായതെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ 16-ന് ചെന്നൈയിൽ നടക്കുന്ന യോഗത്തിലാണ് ഹൈദരലി തങ്ങളെയും പി.വി. അബ്ദുൽ വഹാബിനെയും അതുപോലെ പി.കെ. കുഞ്ഞാലിക്കുട്ടിയെയും ദേശീയ കമ്മിറ്റിയിലെ ഉയർന്ന സ്ഥാനങ്ങളിൽ തന്നെ അവരോധിച്ചത്. ഇത് കുഞ്ഞാലിക്കുട്ടിയുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവായി എല്ലാവരും കണക്ക് കൂട്ടുന്നു, അണികളും കണക്ക് കൂട്ടുന്നു. എന്നാൽ ഇത് മുസ്ലിം ലീഗിന്റെ ഒരു ചരിത്രത്തിന് തന്നെ വിരുദ്ധമായ ഒരു കാര്യമാണ്. കാരണം പി.കെ. കുഞ്ഞാലിക്കുട്ടി കെ പി മജീദ് അദ്ദേഹം കൂടി നിലവിൽ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ കെ പി മജീദ്, ലീഗിൽ യഥാർത്ഥത്തിൽ ഈ കുഞ്ഞാലിക്കുട്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ വിമത ശബ്ദങ്ങൾ ഉയരുന്നുണ്ടോ? സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള യാതൊരു ചർച്ച ഇതുവരെ നടന്നിട്ടില്ല. 15-ാം തീയതി പ്രവർത്തക സമിതി കൂടി അവരുടെ അഭിപ്രായങ്ങൾ കേട്ടിയ ശേഷമല്ലേ തീരുമാനിക്കുള്ളൂ. ഞങ്ങൾ ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അഭിശബ്ദത്തിന്റെയും മറ്റു പേരുകളെയും പ്രശ്നം വരുന്നത്? അത് ഞങ്ങൾ കൂടി തീരുമാനിച്ചില്ല. കൂടി 15-ാം തീയതി കൂടുന്നുള്ളൂ. ഈ ഇങ്ങനെ ഒരു സീറ്റ് ഒഴിവ് വന്നപ്പോൾ അതിന്റെ തുടർ ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളം വളരെ സമഗ്രമായ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തതാണ്. അതിന്റെ ഒരു വിശദീകരണം ഞാൻ കൃത്യമായി നൽകേണ്ടതില്ല എന്ന് അങ്ങേക്കും അറിയാം, എനിക്കും അറിയാം. ഈ സിറാജ് ഇബ്രാഹിം സേട്ട്, അബ്ദുൾ സമദ് സമദാനി അടക്കമുള്ളവരുടെ പേരുകൾ ആദ്യം പരിഗണിച്ചിരുന്നു. ലീഗിൽ അണികൾക്കിടയിൽ നിന്ന് തന്നെ എതിർപ്പുണ്ടായതുകൊണ്ട് സമദാനിക്ക് പിൻവാങ്ങേണ്ടി വന്നു എന്നതടക്കമുള്ള കാര്യങ്ങളും നിലനിൽക്കുന്നുവെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഇത് അവർ പരിഗണിച്ചിരുന്നു ഇല്ലേ എന്ന് പറയുന്നത് ഔദ്യോഗികമായി ഞാനാണ്. ഞങ്ങൾ അങ്ങനെ ഒരു യോഗം തന്നെ ചേരുകയോ അവരുടെ പേരുകൾ പറ്റി പരിശോധിക്കുകയോ പേരുകൾ കമ്മിറ്റി മുമ്പാകെ വരികയോ ചെയ്തില്ല. എല്ലാം 15-ാം തീയതിക്കല്ലേ വരത്തുള്ളൂ. അതിന് മുമ്പ് യാതൊരുവിധ ചർച്ചയും ഒരു പേരുകൾ ഇതുവരെ പരിഗണനയിൽ തന്നെ വന്നിട്ടില്ല. പരിഗണനാ വിഷയമായി ഞങ്ങൾ എടുത്തിട്ടുമില്ല. ഈ കുഞ്ഞാലിക്കുട്ടിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ ഈ ഘട്ടത്തിൽ പറയാനാകില്ല എങ്കിൽ പോലും നിലവിൽ സാധ്യതകളുണ്ടോ അക്കാര്യത്തിൽ? യാതൊരു വിധത്തിൽ അഭിപ്രായം പറയാൻ ഒക്കില്ല. കാരണം 15-ാം തീയതി പ്രവർത്തക സമിതിയിലാണ്. സാധ്യതയില്ല എന്നാണോ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച്? അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച ശേഷമാണല്ലോ തീരുമാനിക്കുക. അതുകൊണ്ട് അയ്യമ്പോ എന്താണെന്ന് എങ്ങനെ പറയാൻ കഴിയും? അങ്ങനത്തെ ചർച്ച ഇതുവരെ ഔപചാരികമായോ അനൗപചാരികമായോ ഉണ്ടായിട്ടില്ല. വളരെ നന്ദി ശ്രീ കെ പി മജീദ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. മലപ്പുറം സീറ്റിന്റെ പേരിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മുസ്ലിം ലീഗിൽ പടയൊരുക്കം എന്ന വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ഇ.ടി. മുഹമ്മദ് ബഷീർ, അബ്ദുൾ സമദ് സമദാനി, കെ.എൻ.എ. ഖാദർ, എം.കെ. മുനീർ തുടങ്ങിയവരാണ് എതിർപ്പിന് പിന്നിൽ. ചർച്ച ചെയ്യാതെ തീരുമാനമെടുക്കരുത് എന്ന് പാണക്കാട് തങ്ങൾ നേതാക്കളോട് ആവശ്യപ്പെട്ടു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഞങ്ങളുടെ പ്രതിനിധി കെ.ടി. സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്. ഭരണം പിടിക്കാനുള്ള ബി.ജെ.പി. നീക്കത്തിനിടെ മണിപ്പൂരിലെ രാഷ്ട്രീയ നാടകം തുടരുന്നു. ബി.ജെ.പി. അവകാശവാദം ഉന്നയിച്ചതിന് പിന്നാലെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ കോൺഗ്രസിനെ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ ക്ഷണിച്ചു. ശനിയാഴ്ചയ്ക്കകം സഭയിൽ കോൺഗ്രസ് ഭൂരിപക്ഷം തെളിയിക്കണം. അതേസമയം ഗോവ മുഖ്യമന്ത്രിയായി മനോഹർ പരീക്കർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 5-ൽ 4 അധികാരമുറപ്പിക്കാനുള്ള ബി.ജെ.പി. നീക്കത്തിനിടെ മണിപ്പൂരിലെ സസ്പെൻസ് തുടരുകയാണ്. പ്രാദേശിക കക്ഷികളുടെ പിന്തുണയോടെ സർക്കാർ രൂപീകരിക്കാൻ ബി.ജെ.പി. ഗവർണർ മുമ്പാകെ അവകാശവാദം ഉന്നയിച്ചതിന് പിന്നാലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ കോൺഗ്രസും സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉയർത്തി. ഇതോടെ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ നജ്മ ഹെപ്തുള്ള ഇബോബി സിംഗിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിനെ ക്ഷണിച്ചു. ശനിയാഴ്ചക്കകം സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 60-അംഗ സഭയിൽ കോൺഗ്രസിന് 28 സീറ്റുകളും ബി.ജെ.പിക്ക് 21 എം.എൽ.എമാരുമാണുള്ളത്.
31 സീറ്റുകൾ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടിടത്ത് 4 MLA-മാർ വീതമുള്ള നാഗ പീപ്പിൾസ് ഫ്രണ്ടും നാഷണൽ പീപ്പിൾസ് പാർട്ടിയും BJPക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഓരോ MLA-മാരുള്ള ലോക് ജനശക്തി പാർട്ടിയും സ്വതന്ത്ര MLA-യും പിന്തുണച്ചാലും നാഗ പീപ്പിൾസ് ഫ്രണ്ട് പാർട്ടിയുടെ നീക്കം സഭയിൽ നിർണായകമാകും. അതിനിടയിൽ ഗോവ മുഖ്യമന്ത്രിയായി മനോഹർ പരീക്കർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. സത്യപ്രതിജ്ഞ വൈകിക്കരുതെന്ന് BJP കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകി. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്കാണ് മനോഹർ പരീക്കർ ഗോവ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക. അതേസമയം ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിമാരെ നാളത്തെ നിയമസഭാ കക്ഷി യോഗത്തിൽ പ്രഖ്യാപിക്കും. പിന്നോക്ക നേതാവ് കേശവ് പ്രസാദ് മൗര്യയ്ക്കൊപ്പം RSS നേതാവ് ദിനേശ് ശർമ്മയും UP മുഖ്യമന്ത്രി പദത്തിൽ സജീവ പരിഗണനയിലാണ്. ഭരണഘടനാ സാധ്യത നിലനിർത്തി സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസിനെ ഗവർണർ നജ്മ ഹെപ്തുള്ള ക്ഷണിച്ചെങ്കിലും സഭയിൽ കേവല ഭൂരിപക്ഷം തെളിയിക്കുക കോൺഗ്രസിന് മുന്നിൽ അഗ്നിപരീക്ഷയായി തുടരുകയാണ്. മനുശങ്കർ, ദില്ലി. മൂന്നാറിൽ പരിസ്ഥിതി നിയമം ലംഘിച്ച എല്ലാ കെട്ടിടങ്ങളും പൊളിച്ചു നീക്കണമെന്ന് നിയമസഭാ പരിസ്ഥിതി സമിതി. പരിസ്ഥിതി പരിപാലന അതോറിറ്റി രൂപീകരിക്കുന്നവരെ നിർത്തിവെക്കണമെന്നാണ് ആവശ്യം. കാർഷിക ആവശ്യങ്ങൾക്ക് നൽകിയ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചെങ്കിൽ പട്ടയങ്ങൾ റദ്ദാക്കണം. എന്നാൽ വീടുകൾ നിർമ്മിക്കുന്നതിന് തടസ്സമില്ലെന്നും പരിസ്ഥിതി സമിതി ആവശ്യപ്പെട്ടു. മൂന്നാറിൽ ഗാർഹികേതര ആവശ്യങ്ങൾക്കുള്ള സ്ഥിരമോ താൽക്കാലികവുമായ എല്ലാ കെട്ടിട നിർമ്മാണങ്ങളും ഉടൻ നിർത്തിവെക്കണമെന്നാണ് നിയമസഭാ പരിസ്ഥിതി സമിതിയുടെ ശുപാർശ. പരിസ്ഥിതിക്ക് അപകടകരമായ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിനുള്ള അധികാരം റവന്യൂ വകുപ്പ് വിനിയോഗിക്കണം. പട്ടയഭൂമി ഗാർഹികേതര ആവശ്യങ്ങൾക്കൊഴികെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ റദ്ദ് ചെയ്യണമെന്നും സമിതി ശുപാർശ ചെയ്യുന്നു. ഒരു പൊതു പരിസ്ഥിതി സംരക്ഷണ വികസന അതോറിറ്റിയുടെ കീഴിലുള്ള നിയന്ത്രണങ്ങൾ ആവശ്യം. മൂന്നാറിലെ സ്വാഭാവികമായ കാലാവസ്ഥയുമൊക്കെ പരിക്കില്ലാതവണ്ണം സംരക്ഷിക്കാവുന്ന, മൂന്നാറിലെ ജീവിതത്തിന്, പാവപ്പെട്ട മനുഷ്യരുടെ, അധ്വാനിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിന് ഉതകും വിധം ഇതെങ്ങനെ പ്രവർത്തന പന്ഥാവിൽ കൊണ്ടുവരാമെന്നതിനൊക്കെ പുതിയ ആലോചനകൾ വേണം. പാരിസ്ഥിതിക സവിശേഷതകൾ സംരക്ഷിച്ചു മാത്രമേ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുള്ളൂവെന്ന് ഉറപ്പുവരുത്താൻ പരിസ്ഥിതി പരിപാലന അതോറിറ്റി രൂപീകരിക്കണം. പരിസ്ഥിതി സമിതി മൂന്നാറിൽ നടത്തിയ തെളിവെടുപ്പിൽ ചില വകുപ്പുകൾ വേണ്ടത്ര വിവരങ്ങൾ നൽകിയിട്ടില്ല, നൽകിയ ചില വിവരങ്ങൾക്ക് അടിസ്ഥാന രേഖകളില്ല തുടങ്ങിയ വിമർശനങ്ങളും മുല്ലക്കര രത്നാകരൻ അധ്യക്ഷനായ സമിതി ഉന്നയിക്കുന്നു. MR സജേഷ്, തിരുവനന്തപുരം. എറണാകുളത്ത് CA വിദ്യാർത്ഥിയായ മിഷേൽ ഷാജിയുടെ മരണം ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പരാതി സ്വീകരിക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കും. ഇത്തരം സംഭവങ്ങളിൽ പ്രതികൾ എത്ര ഉന്നതരായാലും പിടികൂടുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ സംസ്ഥാനത്ത് നടക്കുന്ന കൊലപാതകങ്ങളെ ആത്മഹത്യയാക്കാൻ പോലീസ് ശ്രമിക്കുന്നതായി പ്രതിപക്ഷം ആരോപിച്ചു. എറണാകുളം പിറവത്ത് CA വിദ്യാർത്ഥിയായ മിഷേൽ ഷാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് മാർച്ച് 6-ാം തീയതിയാണ് ബന്ധുക്കൾ പരാതി നൽകിയത്. പരാതി സ്വീകരിക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. നിലവിൽ ലോക്കൽ പോലീസ് അന്വേഷിക്കുന്ന കേസ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തെക്കൊണ്ട് അന്വേഷിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇപ്പോൾ ഉള്ള റിപ്പോർട്ട് അനുസരിച്ച് 6-ാം തീയതി മാത്രമേ എത്തിയിട്ടുള്ളൂ. ഈ കാര്യമടക്കം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന നില സ്വീകരിക്കാം. അഥവാ ഏതെങ്കിലും തരത്തിലുള്ള ലാഘവ നില പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായെങ്കിൽ അതിനുത്തരവാദികളായവരുടെ മേലെ കനത്ത നടപടികളും വരും. ഒരു വിട്ടുവീഴ്ചയും ഈ കാര്യത്തിൽ കാണിക്കില്ല. ഇത്തരം സംഭവങ്ങളിൽ പ്രതികൾ എത്ര ഉന്നതരായാലും പിടികൂടും. പോലീസിൽ നിന്നും ലാഘവത്വമുണ്ടായാൽ ശക്തമായ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി മറുപടിയിൽ വ്യക്തമാക്കി. എന്നാൽ മിഷേലിന്റേത് ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതായി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ അനൂപ് ജേക്കബ് ആരോപിച്ചു. പരാതി സ്വീകരിക്കുന്നതിൽ പോലും എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെ പോലീസുകാരിൽ നിന്നും വീഴ്ചയുണ്ടായി എന്നും അദ്ദേഹം ആരോപിച്ചു. 18 വയസ്സാൾ പെൺകുട്ടിയെ കാണാനില്ല എന്നുള്ള പരാതിയാണ് സാർ അവിടെ ഇവരുടെ മാതാപിതാക്കൾ മുമ്പോട്ട് വെച്ചത്. അവിടെയാണ് പോലീസ് പറഞ്ഞു, നിങ്ങൾ പോയി രാവിലെ വരൂ. സാർ, ഇതാണോ സാർ ഇവിടുത്തെ പോലീസിന്റെ ശുഷ്കാന്തി? ഇങ്ങനെയാണോ സാർ ഒരു പോലീസ് പ്രവർത്തിക്കേണ്ടത്? മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി സ്പീക്കർ നിഷേധിച്ചു. സംസ്ഥാനത്ത് നടക്കുന്ന കൊലപാതകങ്ങൾ ആത്മഹത്യയാക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. നിയമസഭയിൽ നിന്നും എസ് ഷീജ. കൊച്ചിയിൽ CA വിദ്യാർത്ഥിനി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ അയൽവാസിയായ യുവാവിനെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. ഇയാൾ പെൺകുട്ടിയെ നിരന്തരമായി ശല്യം ചെയ്തിരുന്നുവെന്ന ചോദ്യം ചെയ്യലിൽ പോലീസിനോട് സമ്മതിച്ചു. അതേസമയം പെൺകുട്ടിയെ പിന്തുടരുന്ന രീതിയിൽ CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞ 2 പേരെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇതിനിടെ വിദ്യാർത്ഥിനിയുടെ മരണത്തിലെ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് സർവകക്ഷി സംഘം പിറവത്ത് നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. CA വിദ്യാർത്ഥിനിയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ അയൽവാസിയായ യുവാവിനെ എറണാകുളം ACP K ലാൽജിയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്തു വരുന്നത്. മരണസമയത്ത് പെൺകുട്ടിയുടെ ഫോൺ രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് ഒരാൾ തുടർച്ചയായി വിളിച്ചിരുന്നതായും SMS അയച്ചിരുന്നതായും പോലീസിന് വ്യക്തമായിരുന്നു. ഇതേ തുടർന്നാണ് പെൺകുട്ടിയുടെ അയൽവാസിയായ യുവാവിനെ
പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്തു വരുന്നത്. വിദ്യാർത്ഥിനിയെ നിരന്തരം വിളിച്ചിരുന്നുവെന്നും മെസ്സേജ് അയച്ചിരുന്നുവെന്നും ഇയാൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ പെൺകുട്ടിയുടെ മരണവുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ എന്ന് ഇപ്പോൾ വ്യക്തമല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. പെൺകുട്ടി മരിക്കുന്നതിന്റെ തലേനാൾ കലൂർ പള്ളിയിലേക്ക് പോകുന്നതിന്റെയും വരുന്നതിന്റെയും CCTV ദൃശ്യത്തിൽ 2 പേർ പിന്തുടരുന്നതായി കണ്ടിട്ടുണ്ട്. ഇവരെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ്. പെൺകുട്ടിയുടെ മരണം ആത്മഹത്യയെന്ന് വിലയിരുത്തി തള്ളിക്കളയാതെ വിശദമായ അന്വേഷണമാണ് പോലീസ് തുടരുന്നത്. അതേസമയം കേസിൽ കുറ്റവാളികളെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊച്ചി കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിനിടെ പെൺകുട്ടിയുടെ മരണത്തിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് സർവകക്ഷി യോഗം പിറവത്ത് നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വറ്റിവരണ്ട് കേരളം. കിണറുകളിലെ ആസിഡ് മാലിന്യങ്ങൾ മൂലം ദുരിതം അനുഭവിക്കുന്ന തൃശൂർ മരിയാപുരം സ്വദേശികൾ സ്വർണ്ണാഭരണ നിർമ്മാണശാലയ്ക്ക് മുന്നിൽ ഉപരോധ സമരം ആരംഭിച്ചു. പ്രദേശവാസികളിൽ രോഗങ്ങൾ പടർത്തുന്ന സ്ഥാപനം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. 100-ലേറെ കുടുംബങ്ങളുടെ ജലസ്രോതസ്സുകളാണ് ആഭരണ നിർമ്മാണശാലയുടെ പ്രവർത്തനം മൂലം മലിനമാക്കപ്പെട്ടത്. വേനലെത്തിയതോടെ വെള്ളമില്ലാതെ സംസ്ഥാനമൊട്ടാകെ വരൾച്ച ബാധിച്ച കാലത്ത് കിണറുകളിൽ സമൃദ്ധമായുള്ള ജലം ഉപയോഗിക്കാനാവാത്ത അവസ്ഥയിലാണ് തൃശൂർ മരിയാപുരം ഗ്രാമവാസികൾ. ആസിഡ് മാലിന്യങ്ങൾ മൂലം ഉപയോഗയോഗ്യമല്ലെന്ന സർക്കാർ ഏജൻസികൾ ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകിയപ്പോൾ മാത്രമാണ് ജനങ്ങൾ അപകടം തിരിച്ചറിഞ്ഞത്. 1.5 കിലോമീറ്റർ ചുറ്റളവിലെ വെള്ളത്തിന്റെ pH മൂല്യം 5-ൽ താഴെയാണ്. കിണർ വെള്ളത്തിന്റെ ഉപയോഗം പ്രദേശവാസികൾക്ക് മാറാരോഗങ്ങളാണ് സമ്മാനിച്ചത്. അസ്വസ്ഥതകൾ, ചൊറിച്ചിൽ ഉടനെ സ്റ്റാർട്ട് ചെയ്യും. വെള്ളം നനച്ചാൽ മതി, അപ്പോൾ കൈ ചൊറിച്ചിൽ സ്റ്റാർട്ട് ചെയ്യും. നാവ് പൊള്ളുന്ന ഒരവസ്ഥയാണ് വെള്ളം കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നാവുമ്പോൾ തൊലി പോകുന്നതാന്ന് വെച്ച് ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു, അല്ല, ഇത് വെള്ളം ചെന്നതിന് ശേഷം വരുന്നതാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെയും ഹൈക്കോടതിയുടെയും നിർദ്ദേശം ഉണ്ടായിട്ടും സ്ഥാപനത്തിന്റെ പ്രവർത്തനാനുമതി റദ്ദാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ സമരത്തിലേക്ക് നീങ്ങിയത്. പ്രതിഷേധത്തെ വകവയ്ക്കാതെ മാലിന്യമൊഴുക്കൽ തുടരുന്ന കമ്പനി അടച്ചുപൂട്ടുന്നതുവരെ സമരം തുടരാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വരന്തരപ്പള്ളി ഫ്ലാറ്റ് മിനി സ്റ്റേഡിയത്തിൽ മാർച്ച് 20 വരെ നീണ്ടു നിൽക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. ബോബി ആൻഡ് മാർഡോണ വിന്നേഴ്സ് ട്രോഫിക്കായുള്ള മത്സരങ്ങൾ ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ കിക്ക് ഓഫ് ചെയ്തു. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ ബോബി ചെമ്മണ്ണൂരിനെ ആദരിച്ചു. മറുനാട്ടിലാണെങ്കിലും ഹോളി ആഘോഷത്തിന് ഒരു മാറ്റം കുറയ്ക്കാൻ തയ്യാറല്ല കോഴിക്കോട്ടെ മാർവാടി സമാജം അംഗങ്ങൾ. നിറങ്ങൾക്കൊപ്പം അലിഞ്ഞു ചേരുകയാണ് ഇവരുടെ ആഘോഷം. പരസ്പരം വാരിത്തേച്ചും പാട്ടുപാടിയും നൃത്തമാടിയും ഹോളി ദിനത്തിൽ ആഘോഷം പങ്കുവയ്ക്കുകയാണ് ഇവർ. കോഴിക്കോട് കോട്ടൂലിയിലെ മാർവാടി സമാജമാണ് ഹോളി ആഘോഷം സംഘടിപ്പിച്ചത്. കേരളത്തിലാണെങ്കിലും ഹോളി ആഘോഷത്തിന് ഒരു കുറവും വരുത്താൻ ഇവർ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ രാവിലെ തുടങ്ങുന്ന ആഘോഷ പരിപാടികൾ രാത്രി വരെ നീണ്ടുനിൽക്കും. കുഞ്ഞുകുട്ടികൾ മുതൽ പ്രായമായ ആളുകൾ വരെ പാട്ടിനൊത്ത് നൃത്തം വയ്ക്കുകയും പരസ്പരം നിറം വാരി വിതറുകയും ചെയ്യുന്നു. സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഒരു കുഞ്ഞു ലോകം നിറങ്ങൾക്കൊപ്പം കോർത്തുനീക്കി മനോഹരമാക്കുകയാണ് ഇവർ. വർണ്ണങ്ങളും സന്തോഷങ്ങളും വാരി വിതറി ഹോളി ആഘോഷിക്കുകയാണ് ഇവർ. വരാനിരിക്കുന്ന വസന്തകാലത്തെ വരവേൽക്കുക കൂടെയാണ് ഈ ഹോളി ആഘോഷം. ക്യാമറമാൻ RK ഫിറോഷിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്.